അഷ്ടമീ ചന്ദ്രബിഭ്രാജദളികസ്ഥലശോഭിത. അഷ്ടമീ ചന്ദ്രബിഭ്രാജത് അളികസ്ഥലശോഭിത. അഷ്ടമീ ചന്ദ്രബിഭ്രാജദളികസ്ഥലശോഭിത. അഷ്ടമീ ചന്ദ്രബിഭ്രാജത്ത് അളികസ്ഥലശോഭിത എന്ന് കൂടി ചേർന്നിട്ടായതുകൊണ്ട് അഷ്ടമീ ചന്ദ്രബിഭ്രാജത് അളികസ്ഥലശോഭിത. അവിടെ അളികസ്ഥലശോഭിത എന്ന് തന്നെ ഉച്ചരിക്കുന്ന സമയത്ത് കേൾക്കണം, ദളികസ്ഥല എന്ന് കേൾക്കരുത്. അതുകൊണ്ട് അഷ്ടമീ ചന്ദ്രബിഭ്രാജത് അളികസ്ഥലശോഭിത എന്ന് ശ്രദ്ധിച്ച് ഉച്ചരിക്കേണ്ടതാണ്. മുഖചന്ദ്രകളങ്കാഭമൃഗനാഭിവിശേഷക. 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 ഒറ്റ വാക്കാണ്, മുറിക്കാതെ ചൊല്ലണം. മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭിവിശേഷക എന്ന് കുറേ പദങ്ങൾ ഒരുമിച്ച് ചേർന്ന് മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭിവിശേഷക എന്ന ഒറ്റ പദമായി തീരുന്നു. വദനസ്മരമാംഗല്യഗൃഹതോരണചില്ലിക. വദനസ്മരമാംഗല്യഗൃഹതോരണചില്ലിക. വദനസ്മരമാംഗല്യഗൃഹതോരണചില്ലിക എന്നുള്ള പദങ്ങൾ കൂടിച്ചേർന്ന് വദനസ്മരമാംഗല്യഗൃഹതോരണചില്ലിക എന്നായിത്തീരുന്നു. വക്ത്രലക്ഷ്മീ പരീവാഹചലന്മീനാഭലോചന. വക്ത്രലക്ഷ്മീ പരീവാഹചലൻ മീനാഭലോചന. വക്ത്രലക്ഷ്മീ പരീവാഹചലൻ മീനാഭലോചന. വക്ത്ര, വക്ത്രം എന്നൊക്കെ ശരിക്ക് ഉച്ചരിക്കണം. വ ക്ക് ത് റ എന്ന 4 അക്ഷരങ്ങൾ കൂടി ചേരുമ്പോഴാണ് വക്ത്ര എന്നാവുന്നത്. അപ്പോൾ അതിലുള്ള എല്ലാ അക്ഷരങ്ങളും ശരിക്ക് കേൾക്കണം. വക്ത്രലക്ഷ്മീ പരീവാഹചലൻ മീനാഭലോചന. നവചമ്പക പുഷ്പാഭനാസാദണ്ഡ വിരാജിത. നവചമ്പക പുഷ്പാഭനാസാദണ്ഡ വിരാജിത. ഇതൊക്കെ ഒന്നിച്ചിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ഏകദേശം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഓരോ വാക്കുകൾ ഇന്നതാണ് എന്ന് ഏകദേശം മനസ്സിലാവുന്ന വിധത്തിൽ പറയുന്നത്. നവചമ്പക പുഷ്പാഭനാസാദണ്ഡ വിരാജിത. താരാകാന്തി തിരസ്കാരി നാസാഭരണഭാസുര. താരാകാന്തി തിരസ്കാരി നാസാഭരണഭാസുര. താരാകാന്തി തിരസ്കാരി നാസാഭരണഭാസുര എന്നൊക്കെ കൂടിച്ചേർന്ന് താരാകാന്തി തിരസ്കാരി നാസാഭരണഭാസുര എന്നൊരൊറ്റ വാക്കായിട്ട് അത് മാറുന്നു. കദംബമഞ്ജരീ ക്ലിപ്ത കർണപൂരമനോഹര. കദംബമഞ്ജരീ ക്ലിപ്ത, ക്ലിപ്ത കർണപൂരമനോഹര. ഇത് കൂടിച്ചേർന്ന് കദംബമഞ്ജരീ ക്ലിപ്ത കർണപൂരമനോഹര എന്നായിത്തീരുന്നു. താടങ്കയുഗലീഭൂത തപനോടുപമണ്ഡല. താടങ്കയുഗലീഭൂത തപനോടുപമണ്ഡല. താടങ്കയുഗലീഭൂത തപനോടുപമണ്ഡല.
പദ്മരാഗശിലാദരിശ പരിഭാവി കപോലഭൂഃ. പദ്മരാഗശിലാദരിശ പരിഭാവി കപോലഭൂഃ. പദ്മരാഗശിലാദരിശ ശില ആദരിശ കൂടിച്ചേർന്നിട്ടാണ് ശിലാദരിശ എന്നാവുന്നത്. പദ്മരാഗശിലാദരിശ പരിഭാവി കപോലഭൂഃ. അത് ചൊല്ലുമ്പോൾ പദ്മരാഗശിലാദരിശ പരിഭാവി കപോലഭൂഃ. അവസാനത്തെ അക്ഷരം ഭൂ എന്ന് നിർത്തരുത്. ഭൂഹു എന്നാണ് അവിടെ അക്ഷരം. അത് ശ്രദ്ധിക്കണം. ആ പദം മുഴുവനാവണം എന്നുണ്ടെങ്കിൽ അത് നീട്ടി ഉച്ചരിച്ച് വിസർഗത്തോടുകൂടി നിർത്തണം. പദ്മരാഗശിലാദരിശ പരിഭാവി കപോലഭൂഃ എന്നാണ് അത് ചൊല്ലേണ്ടത്. നവവിദ്രുമബിംബശ്രീന്യക്കാരിരദനച്ഛദ. അടുത്ത നാമം നവവിദ്രുമബിംബശ്രീന്യക്കാരിരദനച്ഛദ. അവിടെ നവവിദ്രുമബിംബശ്രീന്യക്കാരിരദനച്ഛദ. നവവിദ്രുമബിംബശ്രീന്യക്കാരിരദനച്ഛദ. ഇതൊക്കെ കൂടിച്ചേർന്നിട്ടാണ് നവവിദ്രുമബിംബശ്രീന്യക്കാരിരദനച്ഛദ എന്നിങ്ങനെ ദേവിയുടെ ആ മുഖത്തിൻ്റെ രദനം വരെയുള്ള ആ ചുണ്ടുകൾക്ക് വരെയുള്ള ഭാഗങ്ങളുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന ശ്ലോകങ്ങൾ ഇവിടെ പറയുന്നത്. ഇനി അങ്ങോട്ടുള്ള നാമങ്ങൾ നമുക്ക് അടുത്ത അവസരത്തിൽ കേൾക്കാം. എല്ലാവർക്കും ഇപ്പോൾ നമസ്കാരം. എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.